അടുത്തതാണ് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിക്കാർ എന്നെ കൊല്ലരുത്, അതിന്റെ അർത്ഥം എനിക്കറിയില്ല. കരിനാഗങ്ങളുടെ പള്ളി, കരുനാഗപ്പള്ളി. ഞാനൊരു കരുനാഗപ്പള്ളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയെ കുറിച്ചൊരു ചോദ്യം വരുമ്പോൾ തീർച്ചയായും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം. വീഡിയോയിൽ ആ സഹോദരി പറഞ്ഞതുപോലെ കൊടും വിഷമുള്ള അപകടകാരികളായ കരിനാഗങ്ങളുള്ള പ്രദേശം എന്ന നിലയിലാണോ കരുനാഗപ്പള്ളിക്ക് ആ പേര് കിട്ടിയത്? എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ട ഒരു കഥയുണ്ട്. അത് ഞാൻ അവസാനം പറയാം. ആദ്യം ബുദ്ധമത വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കരുനാഗപ്പള്ളിക്ക് ആ പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റ് പല സ്ഥലങ്ങളും കരുനാഗപ്പള്ളിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മൈനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, ഇങ്ങനെ കുറേ അധികം സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളി അടക്കമുള്ള ഈ സ്ഥലങ്ങളിലൊക്കെയും ബുദ്ധമത വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളായ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയും ബുദ്ധമത വിശ്വാസത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെടുത്തതായും ചരിത്രങ്ങളിൽ കാണാം. അതുകൊണ്ടാണ് കരുനാഗപ്പള്ളിക്ക് കരുനാഗപ്പള്ളി എന്ന പേര് വീഴാനുള്ള കാരണം എന്ന് പറയുന്നു. ഇതാണ് ഒരു ചരിത്രം. ഇനി രണ്ടാമത്തെ കഥ. ഇപ്പോഴത്തെ കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്ന സ്ഥലം ആദ്യകാലത്ത് ഒരു ഭയാനകമായ കാടായിരുന്നു അത്രേ. വലിയ ഒരു വനമായിരുന്നു. ഈ ഭാഗത്ത് കരുനാഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഈ പ്രദേശത്തിന് കരുനാഗപ്പള്ളി എന്ന പേര് വരാനുള്ള കാരണം എന്നാണ് മറ്റൊരു കഥ. ഇനി എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ട കഥ പറയാം. ഒരുപക്ഷെ കരുനാഗപ്പള്ളിക്ക് ആ പേര് വരാനുണ്ടായ കാരണത്തെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ എനിക്കേറെ വിശ്വസനീയമായി തോന്നിയ ഒരു കഥയും അതുതന്നെയാണ്. പണ്ട് രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് കരുനാഗപ്പള്ളി സാമൂതിരി രാജാവിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശമായിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് മുസ്ലിം പണ്ഡിതന്മാർ തങ്ങൾക്ക് ആരാധന നിർവഹിക്കാനും വിശ്രമിക്കാനും കുറച്ച് സ്ഥലം ആവശ്യമുണ്ട്, അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂതിരി രാജാവിനെ സമീപിച്ച് തങ്ങളുടെ ആവശ്യം അറിയിച്ചു. കൂടിയാലോചനകൾക്ക് ശേഷം സാമൂതിരി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കരിനാഗങ്ങളുടെ വിളനിലമായ ഒരു പ്രദേശം കൊട്ടാരത്തിലെ ജോലിക്കാർ ഈ പറയപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാർക്കായി അളന്നു കൊടുത്തു. ആ സ്ഥലം കൊടുക്കുമ്പോൾ രാജാവ് വിചാരിച്ചിരുന്നത് കരിനാഗങ്ങളുടെ ശല്യമുള്ളതുകൊണ്ട് മുസ്ലിങ്ങൾ അവിടം വിട്ട് ഒഴിഞ്ഞു പോകുമെന്നായിരുന്നു. എന്നാൽ അവരവിടെ ഒരു ഷെഡ് നിർമ്മിച്ച് ആരാധനകൾ നിർവഹിക്കാനും വിശ്രമിക്കാനും മറ്റു വൈജ്ഞാനികമായ കാര്യങ്ങൾക്കൊക്കെ ആ സ്ഥലം ഉപയോഗപ്പെടുത്തി. എന്നിട്ട് ഇടയ്ക്കൊരു ദിവസം ഒരു പെട്ടി സമ്മാനമായി രാജാവിന് അവർ കൊടുത്തയച്ചു. വലിയ സന്തോഷത്തോടു കൂടി പെട്ടി തുറന്ന സാമൂതിരി രാജാവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പെട്ടിക്കുള്ളിൽ ഒരു കരിനാഗം. ഉടനെ രാജാവ് അവിടെ വന്ന് ആ പണ്ഡിത ശ്രേഷ്ഠന്മാരോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് കൂടുതൽ സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ പിൽക്കാലത്ത് അവിടെ പള്ളി ഉയർന്നു. കരിനാഗങ്ങളുള്ള പ്രദേശത്ത് ഉയർന്നു വന്ന പള്ളി എന്ന നിലയിലാണ് കാലക്രമേണ ആ സ്ഥലത്തിന് കരുനാഗപ്പള്ളി എന്ന പേര് വന്നത് എന്നും ഈ കഥയുടെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നു. ആ പള്ളിയാണ് ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാർ ഷെയ്ഖ് പള്ളിയെന്നും കരുനാഗപ്പള്ളിക്ക് പുറത്തുള്ളവർ താജ്മഹൽ പള്ളി എന്നൊക്കെ വിളിക്കുന്ന കരുനാഗപ്പള്ളിയുടെ മുഖചിത്രമായി, മനോഹര സൗധമായി, മതസൗഹാർദ്ദത്തിന്റെ അടയാളമായി, കരുനാഗപ്പള്ളിയുടെ യശസ്സായി ഉയർന്നു നിൽക്കുന്നത്. ആ പള്ളിയിൽ 11 മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരിൽ ആരൊക്കെയാണ് അന്ന് സാമൂതിരി രാജാവിനെ കണ്ടതും സ്ഥലം ആവശ്യപ്പെട്ടതും? എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം കരുനാഗപ്പള്ളിയുടെ ചരിത്രം മനസ്സിലാക്കിയതിന് ശേഷം അതുവഴി പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കരുനാഗപ്പള്ളിക്കാരല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ പള്ളിയുടെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം. പറ്റുമെങ്കിൽ അതിവിടെ കമൻറ്റ് ചെയ്യണം.